Hi everyone, this is Abin Say from Evika. നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ചാറ്റ് റിവ്യൂയുടെ മെയിൻ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 3 അടിപൊളിയായ പ്രൊഡക്റ്റുകളാണ്. ഈ ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങളുടെ വർക്ക് ലൈഫിലും പ്രൊഡക്ടിവിറ്റി ലൈഫിലും നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യും. സോ ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. അടിപൊളിയായ പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതേപോലത്തെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളും ബാക്കി എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവ് ഫ്രം എവിക്ക. ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റ് ഈ കാണുന്ന ഫോൾഡ് ചെയ്യുന്ന അഡ്ജസ്റ്റബിൾ മൊബൈൽ സ്റ്റാൻഡ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് ഏറ്റവും നല്ല വില കുറവിന് വാങ്ങിക്കാൻ പറ്റും. 500 രൂപയിലും താഴത്താണ് ഈ പറഞ്ഞ അലൂമിനിയം ഫോൾഡിങ്ങിൻ്റെ ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ്. ഇതിൽ മൊബൈൽ മാത്രമല്ല, നിങ്ങൾക്ക് ഐപാഡ് ഉൾപ്പെടെ വെക്കാൻ പറ്റും. അലൂമിനിയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡ്യൂറബിലിറ്റിയും അതേപോലെ വെയിറ്റും ഇത് താങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിലോ അതേപോലെ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഈ ഒരു ചെറിയ ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. വലിയ വെയിറ്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പോക്കറ്റിലിട്ടാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്യാം. നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ആൻഡ് ഇത് സ്ലിപ്പാവാതിരിക്കാൻ നിങ്ങളുടെ ടേബിളിലും അതേപോലെ ഡെസ്കിലൊക്കെ വെക്കുമ്പോൾ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടി താഴത്ത് 4 റബ്ബറിൻ്റെ ബുഷുകളും കൊടുത്തിട്ടുണ്ട്. ഫോണിൽ സ്ക്രാച്ചോ ബാക്കി കാര്യങ്ങൾ വരാതിരിക്കാനും ബാക്ക് സൈഡിൽ, അതായത് ഈ പറയുന്ന സ്റ്റാൻഡിൻ്റെ ഈ സൈഡിലും നമുക്ക് ചെറിയ ബുഷ് വരുന്നുണ്ട്. ആ ഒരു ബുഷുള്ളത് കൊണ്ട് തന്നെ, ബുഷല്ല, ഒരു ചെറിയൊരു സ്പോഞ്ച് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ സ്ക്രാച്ചോ ബാക്കി കാര്യങ്ങളോ വരുന്നില്ല. ആൻഡ് ഈ പറയുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു ഗാഡ്ജറ്റ് ബാക്കിൽ ഇതേപോലെ ചെറിയ ഹോളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ഐഫോണിലൊരു പ്രത്യേകതയാണ്, ഈ പറഞ്ഞ ഡിവൈസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പായിട്ട് വെക്കുകയാണെങ്കിൽ നൈറ്റ് സ്റ്റാൻഡ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഓണാവും. സോ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തോ ഈ പറയുന്ന ഡെസ്ക് ലാമ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന ടേബിളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് എഫിഷ്യൻ്റായിട്ട് നിങ്ങളുടെ ഐഫോൺ യൂസ് ചെയ്യാനും ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ആപ്പിളിൻ്റെ സ്വന്തം ഇയർപോഡ്സ് എന്ന് പറയുന്നത്. ഇത് ഇയർപോഡ്സ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്പിളിൻ്റെ വയർലെസ് ഹെഡ്ഫോൺസ് എയർപോഡ്സ് എന്നും ഈ പറഞ്ഞ വയറുള്ള ഹെഡ്ഫോൺസ് ഇയർപോഡ്സും എന്നാണ് പറയുന്നത്. ഇത് USB-C ടൈപ്പാണ്. നമുക്ക് 2000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇപ്പോൾ ആമസോണിൽ അത്യാവശ്യം നല്ലൊരു ബെറ്റർ റേറ്റിന് ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ, ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പോൾ USB-Cയിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ ഹെഡ്ഫോൺസിലും കറക്റ്റ് ബേസും ട്രബിളും അതേപോലെ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും ലഭിക്കാറില്ല. അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിലും ആ ഒരു മെറ്റീരിയൽ ഈ പറഞ്ഞ ആപ്പിളിന് തന്നെയായിരിക്കും. അത് ഫോർ ഷുവറാണ്. ഈ പറഞ്ഞ ഹെഡ്ഫോൺസ് എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് വെച്ചാൽ, എങ്ങനെ വന്നാലും ഏതൊക്കെ പുതിയ ഫീച്ചേഴ്സ് വന്നാലും ഈ പറഞ്ഞ വയർ ഹെഡ്സെറ്റിൽ യൂസ് ചെയ്യുന്ന കുറേയധികം കൂട്ടരുണ്ട്. ടു ബി ഓണസ്റ്റ്, പേഴ്സണലി എനിക്ക് വയർഡ് ഹെഡ്ഫോൺസ്, ഈ ഒരു ഹെഡ്ഫോൺസ് നല്ല ഇഷ്ടമാണ്. അതേപോലെ നിങ്ങൾക്ക് ചെവിയുടെ ഉള്ളിൽ വെക്കുമ്പോൾ വലുതായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ചെവിയുടെ ഈ ഒരു സൈഡിൽ ഹേർട്ട്നെസ്സോ ബാക്കി ഒരു കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൽ അത്യാവശ്യം നല്ലൊരു മൈക്ക് വരുന്നുണ്ട് തന്നെ കോൾ ചെയ്യാനും ആൻഡ് വീഡിയോസൊക്കെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാണെങ്കിലും സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ഡിവൈസിന് ഏറ്റവും ഫ്രജൈലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വയർ മെറ്റീരിയൽ തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ ആപ്പിളിൻ്റെ ഈ ഓരോ പ്രൊഡക്റ്റുകളും നല്ല രീതിക്ക് വയറുകൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക, നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ്, എസ്പെഷ്യലി ഡോഗ്സോ കാറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ആൻഡ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വലിക്കാനോ പൊട്ടിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടിയർ ഡൗൺ ആയിപ്പോവും. ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ഹെഡ്ഫോൺസ് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് ആംബ്രാൻഡ് USB-C ടൈപ്പ് ഹെഡ്ഫോൺസ് എന്ന് പറയുന്നത്. ഞാൻ രണ്ടാമത്തെ പ്രൊഡക്റ്റായിട്ട് പറഞ്ഞത് ഒരു ഹെഡ്ഫോൺസ് തന്നെയാണ്. പക്ഷേ അതിന് ഏറ്റവും അവസാനം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു, ആപ്പിളിൻ്റെ ഇയർപോഡ്സിനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നല്ല സെൻസിറ്റീവാണ്. പെട്ടെന്ന് അതിൻ്റെ വയറുകൾ പൊട്ടിപ്പോകും. എസ്പെഷ്യലി നമ്മുടെ ഈ പറഞ്ഞ ഇയർപോഡ്സിൻ്റെ ഈ ഒരു സൈഡിലും വയർ കണക്ട് ചെയ്യുന്ന ആ ഒരു സൈഡിലും
പക്ഷേ നിങ്ങൾക്ക് റഫ് യൂസ് ചെയ്യണം, അതേപോലെ ഈ ഒരു ഹെഡ്ഫോൺസ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹെഡ്ഫോൺസാണ് ആംബ്രാൻ്റെ ഈ ഒരു ഹെഡ്ഫോൺസ്. കാരണം ഇതിൽ വന്നിരിക്കുന്നത് ഒരു ബ്രെയ്ഡഡ് കേബിളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു വയേഴ്സിന് ഈ ഒരു കമ്പനി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് ഏകദേശം ഒരു 1.2 മീറ്റർ വരെ ഈ ഒരു ഡിവൈസിൻ്റെ ലെങ്ത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല നീട്ടത്തിലാണ് ഈ ഒരു ഹെഡ്ഫോൺസ്. ഇതുണ്ടോ, അത്യാവശ്യം നല്ല നീട്ടമുണ്ട്. ഞാനിങ്ങനെ വലിച്ചു പിടിച്ചിട്ടും രണ്ടായിട്ടും മടക്കിയിട്ടും അത്യാവശ്യം നല്ല നീട്ടമുണ്ട്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാഗിൻ്റെ ഉള്ളിലോ പോക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടാലും റണ്ണിങ്ങിനും ജോഗിങ്ങിനൊക്കെ പോയാലും ഈ ഒരു വയർ തട്ടുകയോ അല്ലെങ്കിൽ വലിയുകയോ ഒന്നും ചെയ്യില്ല. കാരണം അത്യാവശ്യം നല്ല നീട്ടം ഈ ഒരു വയറിനുണ്ട്. അതോടൊപ്പം ഈ ഒരു ഡിവൈസ് ബേസ് ബൂസ്റ്റഡാണ് വരുന്നത്. നിങ്ങൾ ട്രാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ബേസ് അല്ല, ഈ ഇടിയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൾ ക്വാളിറ്റിയും അതേപോലെ ഈ പറഞ്ഞ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒരു എന്താ പറയുക ഡീസൻ്റ് ആയൊരു കോൾ ക്വാളിറ്റിയും അതേപോലെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്രിസ്പായിട്ടുള്ള സൗണ്ടും ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് വോളിയം കൂട്ടാനും കുറക്കാനും പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനുള്ള 3 ഡെഡിക്കേറ്റഡ് ബട്ടൺസും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഗൂഗിളിലും ആപ്പിളിലും ഈ പറഞ്ഞ സ്മാർട്ട് ഇൻ്റലിജൻസ് ഡിവൈസ് അഥവാ ഈ പറഞ്ഞ സിറിയോ ഗൂഗിളിലെ ജെമിനിയോ ഏതെങ്കിലും സ്മാർട്ട് അസിസ്റ്റൻറ്റ് ആക്സസ് ചെയ്യാനും ആ ഒരു ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാനും പറ്റും. സോ ഈ 3 പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലൈഫും അതുപോലെ പ്രൊഡക്ടിവിറ്റിയും നല്ല രീതിയിൽ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതേപോലുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകളും കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കുറേയധികം അടിപൊളിയായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇനി ഏതെങ്കിലും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ബഡ്ജറ്റൊക്കെ നോക്കി ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല റവന്യൂ കിട്ടും. ആ ഒരു റവന്യൂ ഉണ്ട് ഞാൻ എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായെങ്കിൽ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള പുതിയ പുതിയ കോണ്ടന്റുകൾ എന്തായാലും നിങ്ങൾ തേടുന്നതായിരിക്കും. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Bin Xavier signing from Evika.